സാധാരണയായി ഒരു സഹോദരി തൻ്റെ സഹോദരന് രാഖി കെട്ടുന്നത് എന്തിനാണ്? കഷ്ടസമയങ്ങളിൽ അവൻ അവളെ സംരക്ഷിക്കാനും അവളുടെ കൂടെ നിൽക്കാനും. പക്ഷെ അതേ രാഖി കെട്ടിയ സഹോദരൻ തൻ്റെ സ്വന്തം സഹോദരിയോട് തന്നെ ഏറ്റവും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലോ? ഇത് ഒരു യഥാർത്ഥ സംഭവമാണ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് എന്ന സ്ഥലത്ത് നടന്നത്. ഇവിടെ ഒരു സഹോദരനല്ല, 2 സഹോദരന്മാർ ചേർന്നാണ് അവരുടെ സ്വന്തം സഹോദരിയോട് വളരെ നിന്ദ്യമായ പ്രവർത്തികൾ ചെയ്തത്. അതും വളരെ ചെറുപ്പമായിരുന്ന ആ പെൺകുട്ടി അവസാനം ഗർഭിണിയായി. ഈ കഥ ആരംഭിക്കുന്നത് 2023. വളരെ സന്തോഷമുള്ള ഒരു കുടുംബത്തിൽ 5 പേർ. അച്ഛൻ, അമ്മ, 2 സഹോദരന്മാർ, 1 സഹോദരി. എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നു. അച്ഛൻ ജോലി ചെയ്ത് കുടുംബം നോക്കും. കുട്ടികൾ പഠനത്തിൽ മികച്ചവരായിരുന്നു. പക്ഷെ ഒരു ദിവസം ഈ കുടുംബത്തിന് ഒരു വലിയ ദുരന്തം സംഭവിച്ചു. അവരുടെ അച്ഛന് ഗുരുതരമായൊരു രോഗം ബാധിച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അച്ഛൻ മരിക്കുകയും ചെയ്തു. അത് ആ കുടുംബം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം തന്നെയായിരുന്നു. അതിനുശേഷം ആ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അമ്മയുടെ മേൽ വീണു. അമ്മ മറ്റുള്ളവരുടെ വീടുകളിൽ ജോലി ചെയ്ത്, പാത്രം കഴുകി, വീട്ടുജോലികൾ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ അതൊന്നും മതിയായില്ല. അതിനാൽ 2 സഹോദരന്മാർ അവരുടെ പഠനം നിർത്തി ജോലിക്ക് പോകാൻ തുടങ്ങി, കുടുംബത്തെ സഹായിക്കാനായി. പകരം സഹോദരി സ്കൂളിലേക്ക് പോകും, വീട്ടിൽ വന്നാൽ ഭക്ഷണം തയ്യാറാക്കും, എല്ലാവരെയും നോക്കും. ഇങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി. പക്ഷെ ഒരു ദിവസം ആ വീട്ടിലെ മുതിർന്ന സഹോദരൻ ഒരു ഭീകരമായ ചിന്തയോടെ ആ വീട്ടിലേക്ക് വന്നു. അതവൻ എപ്പോഴും എത്തുന്നത് പോലെയല്ല. ഏകദേശം 2 മണിക്കൂർ മുൻപ് തന്നെ അവൻ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ അവന്റെ സഹോദരി മാത്രം ഉണ്ടായിരുന്നു. അവൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് പോയി അവളോട് അനാചാരമായി സ്പർശിക്കാൻ തുടങ്ങി. ആദ്യം അവൾക്കതൊന്നും മനസ്സിലായില്ല. സ്വന്തം ചേട്ടനല്ലേ എന്ന് കരുതി അവൾ നിന്നു. പക്ഷെ ഉടനെ അവൻ അവളെ ബലമായി പിടിച്ച് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി കിടക്കയിൽ കിടത്തി. അതിനുശേഷം ആദ്യമായി സ്വന്തം സഹോദരിയോട് ആ ക്രൂര പ്രവൃത്തി അവൻ ചെയ്തു. ആ പെൺകുട്ടി കരഞ്ഞ് നിലവിളിച്ചു. അവൾക്കതൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അവൾക്ക് മനസ്സിലാകുന്നില്ല, ഇത് സത്യമാണോ, താൻ കാണുന്നതൊരു സ്വപ്നമാണോ, ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥ. പക്ഷെ അവളെ രക്ഷിക്കാൻ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സഹോദരൻ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇതാരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലും, നശിപ്പിക്കുമെന്ന്. അമ്മയോട് പറഞ്ഞാലും അവളെ വിടില്ല. ഭയന്നുപോയ പെൺകുട്ടി ആരോടും ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ അവൾക്ക് സ്വന്തം സഹോദരനാൽ താൻ ഇങ്ങനെ ആയതിന്റെ വേദനയും വിഷമവും എല്ലാം അവളുടെ കണ്ണിലുണ്ടായിരുന്നു. ഇങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇടയ്ക്കിടെ സഹോദരൻ വീണ്ടും വീണ്ടും അവളോട് അതേ പ്രവൃത്തി തന്നെ ചെയ്തു. അവൾക്ക് അപ്പോഴെല്ലാം ഭയം കൂടി തുടങ്ങി. പിന്നീട് സ്വന്തം സഹോദരന്റെ കൺമുൻപിൽ പോകാൻ പോലും അവൾ ഭയപ്പെട്ടു. എന്നാൽ ഒരേ വീട്ടിൽ കഴിയുമ്പോൾ എങ്ങനെയാണ് അവൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുക? ആരോടെങ്കിലും പറയാം എന്ന് വിചാരിച്ചാലും സഹോദരൻ അവളെ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. സാധാരണ ചിരിച്ചും കളിച്ചും സംസാരിച്ചും കഴിയുന്ന പെൺകുട്ടി ഇപ്പൊ മുഴുവനും മൗനത്തിലായി. അവൾക്കാരുടെയും മുഖത്ത് പോലും നോക്കാൻ തോന്നുന്നില്ല. സ്വന്തം അമ്മയോട് പോലും അവൾ അധികം സംസാരിക്കാറില്ലായിരുന്നു. ഒരു ദിവസം അതുപോലെ തന്നെ മൂത്ത സഹോദരൻ വീട്ടിലേക്ക് വന്ന് അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി അവളോട് വളരെ ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. എന്നാൽ ഇപ്പോഴാണ് അവളുടെ ചെറിയ സഹോദരൻ വീട്ടിലെത്തിയത്. വാതിൽ പൂട്ടിയിരുന്നില്ല. അവൻ നേരിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ കണ്ടത് മൂത്ത സഹോദരൻ സഹോദരിയോട് ഇങ്ങനെ ക്രൂര പ്രവൃത്തി ചെയ്യുന്നതാണ്. ആദ്യം അവൻ ഞെട്ടിപ്പോയി. അവന് വല്ലാത്ത ദേഷ്യം വന്നു. പക്ഷെ ഉടൻ തന്നെ അവനും ഭയപ്പെട്ടു. ഇത് ഞാൻ പുറത്തു പറഞ്ഞാൽ എൻ്റെ സഹോദരൻ എന്നെയും കൊല്ലും. പുറത്തു പോയി പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിനെന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ചെറിയ സഹോദരന് ചെറിയ രീതിയിൽ ഭയം ഉണ്ടായെങ്കിൽ പോലും അവൻ അമ്മയോടിത് പറയണമായിരുന്നു. വലിയ സഹോദരനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. ഈ പീഡനങ്ങളിൽ നിന്നും സ്വന്തം സഹോദരിയെ രക്ഷിക്കണമായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഇനിയും കുറച്ചു കാലം ഈ നരക ജീവിതം സഹിക്കേണ്ടി വന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? ഈ ചെറിയ സഹോദരൻ മൂത്ത സഹോദരന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഞാനും ഇതേ കാര്യം എൻ്റെ സഹോദരിയോടൊപ്പം ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യാൻ എന്നെയും അനുവദിക്കണമെന്ന്. തീർച്ചയായും ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ സംഭവിച്ചത് ഇത് തന്നെയാണ്. 2 സഹോദരന്മാരും സ്വന്തം സഹോദരിയോട് ചെയ്ത പ്രവൃത്തി. അവൻ മൂത്ത സഹോദരന് ഉറപ്പ് കൊടുത്തു, ഞാൻ ആരോടും പറയില്ല, നീയും പറയരുത് എന്ന്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനുഷ്യർ രാക്ഷസന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നിപ്പോകും. അതിനുശേഷം ആ ചെറിയ സഹോദരനും മൂത്ത സഹോദരനെ പോലെ തന്നെ അതേ ക്രൂര പ്രവൃത്തി തന്റെ കുഞ്ഞനുജത്തിയോട് ചെയ്തു. മൂത്ത സഹോദരന്റെ പ്രായം 23, ഇളയവന്റെ പ്രായം വെറും 20 വയസ്സ് മാത്രം. ഇങ്ങനെ ഈ ഭീകരത മാസങ്ങളോളം തുടരുകയായിരുന്നു. ആദ്യമൊക്കെ ആ പെൺകുട്ടി മൂത്ത സഹോദരന്റെ ക്രൂരത മാത്രം അനുഭവിച്ചു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല.
തൻ്റെ 2 സഹോദരന്മാരും തന്നോട് ഇങ്ങനെ ചെയ്യുകയാണ്. അവൾക്ക് മാനസികമായും ശാരീരികമായും വല്ലാത്ത വേദനയായിരുന്നു. ഏകദേശം 1 വർഷത്തോളം അവൾ ഈ വേദന അനുഭവിച്ചു. ആ പെൺകുട്ടി ആ വീട്ടിൽ നരക ജീവിതം അനുഭവിച്ചു, അതും സ്വന്തം സഹോദരന്മാരാൽ തന്നെ. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ഇത് ചിന്തിച്ചു നോക്കാനേ കഴിയുന്നില്ല. ഒരു ദിവസം രാവിലെ അമ്മ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ വയറ് വേദനിക്കുന്നുവെന്ന്. പക്ഷേ അമ്മ അതത്ര കാര്യമാക്കിയില്ല. നീ ഭക്ഷണം കഴിച്ചതിൻ്റെ പ്രശ്നമായിരിക്കാം, ഗ്യാസ് ആയിരിക്കാം എന്ന്. അയൽവാസിയിൽ നിന്നും മരുന്ന് വാങ്ങി അവൾക്ക് നൽകി. ആ പെൺകുട്ടി മരുന്ന് കഴിച്ചു, സ്കൂളിലേക്ക് പോയി. ഇങ്ങനെ ഒരു 2-3 ദിവസം കടന്നുപോയി. പക്ഷെ വേദന കുറഞ്ഞില്ല. വീണ്ടും അവൾ അമ്മയോട് വന്ന് പറഞ്ഞു, വേദന മാറിയില്ല, എന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാമോ എന്ന്. പക്ഷേ അമ്മ അപ്പോഴും അത് കാര്യമാക്കുന്നില്ല. മരുന്ന് വാങ്ങി അവൾക്ക് കൊടുത്തു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടെ കടന്നുപോയി. വേദന കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ 2024 മെയ് മാസം 19 ആ ദിവസം അമ്മ വീട്ടിലായിരുന്നു. വീണ്ടും പെൺകുട്ടി അമ്മയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, വയറിലെ വേദന സഹിക്കാൻ കഴിയുന്നില്ല അമ്മയെന്ന്. ഇത്തവണ അമ്മ അവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചപ്പോൾ വയർ അല്പം വീർത്തതുപോലെ തോന്നി. ഡോക്ടർക്ക് എന്തോ സംശയം തോന്നി. പക്ഷേ ഉടൻ ഒന്നും പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തു നോക്കാൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ അത് തുറന്നു നോക്കി. ആ നിമിഷം ഡോക്ടർ തന്നെ ഞെട്ടിപ്പോയി. കാരണം വളരെ ചെറിയൊരു പെൺകുട്ടി, എന്നാൽ അവളിപ്പോൾ ഗർഭിണിയാണ്. ഇതാദ്യമായാണ് ഡോക്ടർ ഇങ്ങനെ ഒരു കേസ് കാണുന്നത്. ഇതെങ്ങനെ ആ പെൺകുട്ടിയുടെ അമ്മയോട് പറയണമെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഡോക്ടറുടെ മനസ്സിൽ പോലും ഒരല്പം ഭയം തോന്നി. എങ്കിലും ധൈര്യം കാണിച്ച് അദ്ദേഹം സത്യം അമ്മയോട് പറഞ്ഞു. അമ്മ ഉടനെ കരഞ്ഞു തുടങ്ങി. ഉടനെ മകളോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, ആരാണിത് ചെയ്തത് എന്ന്. പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഉടനെ അമ്മ ഒരു ഓട്ടോയിൽ കയറി മകളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ പെൺകുട്ടിയോട് വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചു, ഇത് ആരാണ് ചെയ്തത് എന്ന്. കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ 2 സഹോദരന്മാരാണെന്ന്. 1 വർഷമായി അവരിതെന്നോട് ചെയ്യുന്നുവെന്ന്. ഇത് കേട്ട് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. അവർക്കും വല്ലാത്ത ദേഷ്യം വന്നു. കാരണം ആ പെൺകുട്ടിയുടെ പ്രായം അവരുടെ സ്വന്തം മകളുടേതിന് സമമാണ്. ഉടൻ തന്നെ പോലീസുകാർ ആ അമ്മയോടും സത്യം പറഞ്ഞു. അമ്മയ്ക്ക് ഇതൊട്ടും വിശ്വസിക്കാനേ സാധിച്ചില്ല. പോലീസ് അമ്മയും മകളെയും കൂട്ടി വീട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്കും വൈകുന്നേരമായിരുന്നു. വീട്ടിലെത്തിയിരുന്നു. പോലീസ് ഉടൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്തു. അവരുടെ സ്വന്തം സഹോദരിയോട് ചെയ്ത ഈ ക്രൂര കൃത്യത്തിന് അവർക്ക് കഠിന ശിക്ഷ തന്നെ ലഭിച്ചു. ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചോ? നമ്മൾ ഇതിനു മുൻപും സമാനമായ ഒരു സംഭവം പറഞ്ഞിരുന്നു, ഒരു യഥാർത്ഥ സംഭവം. എന്നാൽ ആ സംഭവത്തിൽ സ്വന്തം അച്ഛനാണ് മകളെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയത്. എന്നാൽ ഇവിടെ 2 സഹോദരന്മാർ. സത്യത്തിൽ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഓരോ ദിവസവും ഭയം തോന്നും. ആരെ വിശ്വസിക്കണമെന്ന് പോലും മനസ്സിൽ പല ചിന്തയുണ്ടാകും. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാണ്. മുൻപൊക്കെ അപരിചിതരെയും അയൽവാസികളെയും ബന്ധുക്കളെയും മാത്രം നമുക്ക് ഭയന്നാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തം രക്തബന്ധങ്ങളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമായി മാറിയിട്ടുണ്ട്. ഇവിടെ ക്രൂരത കാണിക്കുന്നത് അച്ഛനാണ്, അമ്മയാണ്, സ്വന്തം സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. എത്ര കേസുകളാണ്. ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ. തെറ്റെന്തായാലും മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഭയന്ന് മിണ്ടാതിരുന്നാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ പെൺകുട്ടി സ്വന്തം സഹോദരനാൽ ആദ്യം തന്നെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അത് അമ്മയോട് പറയണമായിരുന്നു. അങ്ങനെ അവൾ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഇന്ന് ഗർഭിണിയാകുമായിരുന്നില്ല. മാത്രമല്ല ഇളയ സഹോദരനും അവളോട് ഇതേ പ്രവൃത്തി ചെയ്യാൻ ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അവിടെ അവൾ മിണ്ടാതിരുന്നത് കൊണ്ടാണ് ഇന്നത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയത്. സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ തന്നെ നിർത്താമായിരുന്നു. രണ്ടാമത്തെ കാര്യം, കുടുംബത്തിനുള്ളിൽ പോലും സുരക്ഷ നിർബന്ധമാണ്. എല്ലാവരെയും വിശ്വസിക്കുന്നത് അപകടകരമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്താണെന്ന് പഠിപ്പിക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ കുട്ടികളുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ പെരുമാറ്റം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഭയം ഒന്നും അവഗണിക്കരുത്. ചെറിയ ലക്ഷണങ്ങൾ പോലും വലിയ സത്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കേസിലും അമ്മ സ്വന്തം മകളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അവളുടെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അവളുടെ വേദന മനസ്സിലാക്കിയിരുന്നെങ്കിൽ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. സ്വന്തം മക്കളുടെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ അമ്മയ്ക്കല്ലാണ്ട് വേറെ ആർക്കാണ് സാധിക്കുക? മൂന്നാമത്തെ കാര്യം, ഭീഷണികൾക്ക് നമ്മൾ ഒരിക്കലും കീഴടങ്ങരുത്. പറഞ്ഞാൽ എന്താകും എന്ന ആ ഭയം ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറയുന്നതാണ് ഏറ്റവും വലിയ രക്ഷ. നാലാമത്തെ കാര്യം, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ 3 മക്കളും പഠിത്തത്തിൽ മികച്ചവരായിരുന്നു എന്ന്. പക്ഷെ ഇവിടെ ഈ കേസിലൂടെ പറയാനുള്ളത്, നമുക്കിവിടെ വിദ്യാഭ്യാസം മാത്രം മതിയാകില്ല, മൂല്യങ്ങളും അത്രമേൽ പ്രധാനമാണ്.
മനുഷ്യത്വമില്ലെങ്കിൽ മനുഷ്യൻ തന്നെ അപകടകാരിയായി മാറും. 5ാമത്തെ കാര്യം, നമ്മുടെ സമൂഹം എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മറക്കാതെ റിപ്പോർട്ട് ചെയ്യണം. നിയമവും സഹായവും തേടാൻ ഒരിക്കലും മടിക്കരുത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഭയം കൊണ്ട് മിണ്ടാതിരിക്കുന്നത് ജീവിതം നശിപ്പിക്കും, സത്യം പറയുന്നത് ജീവിതം രക്ഷിക്കും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ നിങ്ങൾക്കിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.